അപ്പോൾ ഇന്ന് നമുക്ക് ജങ്ക് ജേർണലിംഗ് ചെയ്യാം. കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ജങ്ക് ജേർണലിംഗ് ചെയ്യാം. പിന്നെ ഞാൻ ഡയറി മേടിച്ചിരുന്നില്ല. ആ ഡയറി ഞാൻ ചിത്രം വരയ്ക്കാൻ വേണ്ടി ശരിക്കും ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ച ഡയറി ആയിരുന്നു. പിന്നെയാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ അങ്ങനെ പേപ്പേഴ്സും ഒക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കവേഴ്സും തിന്നതിൻ്റെ ഓരോന്നിൻ്റെ കവറും ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ആ ഡയറി ജങ്ക് ജേർണലിംഗ് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലേസിൻ്റെ ജങ്ക് ജേർണലിംഗ് ആണ്. അപ്പോൾ ഈ ജേർണലിംഗ് ചെയ്യുന്നത് ഈ ലേസ് പറയുന്നത് ബയ്യ എനിക്കും താത്താക്കും ജാസിക്കും. അത് പറഞ്ഞാൽ ജാസി പറഞ്ഞാൽ എൻ്റെ അനിയത്തി. അങ്ങനെ ഞങ്ങൾക്ക് മൂന്നേരിക്ക് പാടെ 3 പാക്കറ്റ് കൊണ്ടുവന്നിരുന്നതാണ്. ഞാൻ ജേർണലിംഗ് ചെയ്യുമ്പോൾ 3 പാക്കറ്റ് മേടിച്ചിട്ട് ഒക്കെ മാല വെച്ച് കഴിയിപ്പിച്ചിട്ടും ഒക്കെ എടുത്തു വെച്ചതാണ്. പക്ഷെ ഒരു കവർ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത് വല്ല ഒരു പാക്കറ്റ് ഉള്ളു പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ. ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ ഇടയിലും ഉണ്ടാവണതാണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് ഒന്നും കയ്യിലില്ലാണ്ട് ഉണ്ടാക്കാണ്ടിരിക്കണവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ജങ്ക് ജേർണലിംഗ് ഒക്കെ ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അടുത്തുള്ള ഓരോ സാധനം നമുക്ക് കളയാണ്ടൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിക്കും ഒരു ഓർമ്മ പോലെയാണല്ലോ. പിന്നെ ഇങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സർപ്രൈസ് ഇല്ലാണ്ട് നമ്മളിങ്ങനെ തിന്നുന്ന ഓരോ കവേഴ്സും ഓരോ ഒരു ചെറിയ ചോക്ലേറ്റ് തിന്നാൽ തന്നെ അതിൻ്റെ ഒരു കവർ വെച്ചിട്ട് ചെയ്യുന്നതും ഒക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതൊക്കെ കണ്ടിട്ട് ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ മറക്കണ്ട ഏപ്രിൽ 22 ദിനം പിന്നെയും പറയുന്നുണ്ട് 1K ആവുമെന്നൊന്നും ഇക്കിപ്പോ തീരെ ഉറപ്പില്ല. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കുറയണത് കാണുമ്പോൾ ഇക്കിപ്പോ തീരെ ഉറപ്പില്ല. എന്നാലും ഒരു ചെറിയ വിശ്വാസം കൊണ്ട് പറയണേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചെക്കിന്റെ ആഗ്രഹം നടത്തിയെടുക്കാൻ പറ്റും. പിന്നെ എല്ലാവരുടെയും കമന്റ് ഞാൻ കാണുന്നുണ്ട്. എല്ലാത്തിനും റിപ്ലൈയും വീഡിയോസും ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമന്റും എൻ്റെ ആഗ്രഹം നടത്തി തരാനും സബ്സ്ക്രൈബ് ഒന്നും സപ്പോർട്ട് ഒന്നും ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ എന്തായാലും ബൈ.